ഈശോ ഇന്നലെ ചീഞ്ഞളിഞ്ഞ ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ചിലരുടെയൊക്കെ കുടുംബം ഇതുപോലെ ചീഞ്ഞളിഞ്ഞ കുടുംബമായിരിക്കും അല്ലെ? ഇപ്പൊ കൗൺസിലിങ്ങിന് ചിലർ വരുമ്പോ പുറമേയൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അത്യാവശ്യം സ്വർണ്ണമൊക്കെ ധരിച്ച് അത്യാവശ്യം നല്ല സാരിയെ കൊടുത്തായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ പറയാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും അവരുടെ ജീവിതത്തിന്റെ മേൽ നിൽക്കുന്ന ജീർണതയും അവരുടെ കുടുംബത്തിൽ നിൽക്കുന്ന അതുപോലെ പുറത്തു പറയാൻ പോലും കൊള്ളരുതാത്ത അവസ്ഥയിലുള്ള ചില ജീവിതത്തിന്റെ മേഖലകൾ എന്നൊരു ചീഞ്ഞളിഞ്ഞ അവസ്ഥ. കല്ലറക്കുടില് ഇത് ലാസറിന്റെ ശരീരം ചീഞ്ഞളിഞ്ഞ് കിടക്കുക, ചീഞ്ഞളിഞ്ഞ്. അതുകൊണ്ട് സ്വന്തം സഹോദരി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാ പറഞ്ഞേ? കർത്താവ് ഇത് 4-ാം ദിവസമാണ്. ഇപ്പോ എന്തുണ്ടാകും? കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്തുണ്ടാകും? ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ ദുർഗന്ധമാണല്ലോ വമിക്കുന്നത് അല്ലേ? സ്നേഹമൊന്നും അല്ലല്ലോ, സ്നേഹത്തിന്റെ ഗന്ധമൊന്നും അല്ലല്ലോ പുറത്തേക്ക് വരുന്നതാണോ? അല്ല. അസമാധാനത്തിന്റെ ദുർഗന്ധം, ഭിന്നതയുടെ ദുർഗന്ധം, പാപത്തിന്റെ ദുർഗന്ധം, മ്ലേച്ഛതയുടെ ദുർഗന്ധം, അനുസരണക്കേടിന്റെ ദുർഗന്ധം അല്ലെ? എന്തെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, കർത്താവേ വേണ്ട, ഇത് 4-ാം ദിവസമാണ്, ശരീരം അഴുകാൻ തുടങ്ങി, ചീഞ്ഞളിഞ്ഞു, ഇപ്പോ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ദുർഗന്ധം പുറത്തേക്ക് വരും. സർവ്വത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറയാണ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മനസ്സിനെ, ജീവിതത്തെ, ചിന്തകളെ ഒന്ന് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന, മ്ലേച്ഛത നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, പാപത്തിൽ കടക്കുന്ന ജീവിതത്തിന്റെ പേറുന്ന അവസ്ഥയിലൂടെ ഇരിക്കുന്നവര് ഈ കൂട്ടായ്മയിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. പുറത്തു പറയാൻ കൊള്ളില്ലാത്ത ജീവിതത്തിന്റെ അവസ്ഥകളും ഹൃദയഭാരവും നൊമ്പരവുമായി മക്കളുടെ അവസ്ഥ, ജീവിത പങ്കാളിയുടെ അവസ്ഥ, കുടുംബത്തിന്റെ അവസ്ഥ, അതുപോലെ ദുർഗന്ധം വമിക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥയുമായിരിക്കുന്നവര് ഈ കൂട്ടായ്മയിൽ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറ ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ലാസറിന്റെ കല്ലറയുടെ മേൽ ദൈവത്തിന്റെ വചനം, ലാസറേ നീ പുറത്തു വരിക എന്നുള്ള വചനം കടന്നു ചെന്നപ്പോ ചീഞ്ഞളിഞ്ഞ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് പുറത്തേക്ക് ജീവനോടെ കൊണ്ടുവന്നെങ്കിൽ മക്കളെ വിശ്വസിക്ക്, വെള്ളം ചേർക്കാതെ വിശ്വസിക്ക്, കണ്ണും പൂട്ടി വിശ്വസിക്ക്. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ ആഞ്ഞടിക്കാൻ അനുവദിച്ചാൽ, എളിമയോടെ അനുവദിച്ചാൽ അത്ഭുതങ്ങൾ കാണാതിരിക്കില്ല. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അതാണ് 1 കൊരിന്തോസ് 2:9 വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി. ആരെ സ്നേഹിക്കുന്നവർക്കായി? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി. പിള്ളേര് നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നവ, സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാഹ്യമായ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും ഒന്നും മനസ്സിലാക്കാൻ പറ്റാവുന്നതിന് അപ്പുറമായ കാര്യങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി നൽകുന്നു. ഹല്ലേലൂയ. വളഞ്ഞു വന്ന കാൽമുട്ടുകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി നേരെയാക്കി വിടും. അയ്യോ അച്ഛാ, ഇന്നോളം ഞാനിത് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. വർഷങ്ങളായി തളർന്നു കിടന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോ അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ദൈവമേ, ഇന്ന് വരെ എൻ്റെ കണ്ണ് ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല, എൻ്റെ കാതൊരു അത്ഭുതം കേട്ടിട്ടില്ല, ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. സർവ്വത്ത് പറ ഹല്ലേലൂയാ. പലതരത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സർവ്വയിരട്ടെ ഹല്ലേലൂയാ. അപ്പൊ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ, വചനം കേൾക്കുമ്പോ നമ്മുടെ ചീഞ്ഞളിഞ്ഞ അനുഭവത്തിൽ നിന്നും കർത്താവ് പുതുജീവനായിട്ട് പുറത്തു കൊണ്ടുവരും അല്ലെ? ചില പാപത്തിന്റെ അവസ്ഥകളുണ്ട്. ഇന്നിപ്പോ ഇത്തിരി യുവജനങ്ങള് അകത്തും പുറത്തും ഇരിപ്പുണ്ട്. നാളെ എത്ര പേര് വരും അച്ഛൻ അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം പറയാം, ഇന്ന് യൗവനത്തെ ചീഞ്ഞളിഞ്ഞ ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കൊണ്ടുപോകുന്ന ചില മേഖലകളുണ്ട്. ഒന്ന്, ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റണില്ല. മ്ലേച്ഛ പാപങ്ങൾ, സ്വയം ഭോഗം, സ്വവർഗരതി, കണ്ണുകളുടെ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റാത്ത ബ്ലൂ ഫിലിം, ഇതിന്റെ അടിമത്തത്തിൽ, അതുകൂടാതെ ദൈവം അനുവദിക്കുന്ന സമയത്തിന് മുമ്പേ ചില അവിശുദ്ധ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. ഇങ്ങനെ കിടക്കുക, ആ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. ചില പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് കാരിസ്മയിൽ ഇപ്പോ വലിയൊരു യൂത്ത് കൂട്ടായ്മയുണ്ട്. ജീവിതത്തിന്റെ ജീർണതയിൽ നിന്നും ചീഞ്ഞളിഞ്ഞ അനുഭവത്തിന്റെ നടുവിൽ നിന്നും
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും എടുത്തുമാറ്റി സുവിശേഷത്തിന്റെ വിശുദ്ധ ജീവിതം നൽകിയ അനേകം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന യുവജനങ്ങൾ. ശ്രമത്തിൽ പറ ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒരു കാലത്ത് ഇതുപോലെ ജീർണതയും ജീർണിച്ചവസ്ഥയും പുഴുവരിക്കുന്ന അവസ്ഥയും മ്ലേച്ഛതയുടെ നടുവിൽ നിന്നിട്ട് ദൈവത്തിന്റെ വചനം കൊടുങ്കാറ്റ് പോലെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചപ്പോ ആ വചനത്തിന്റെ മുമ്പിൽ എളിമയോടെ ഹൃദയം തുറന്നിട്ടിട്ട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, എന്റെ എളിമയെ സ്വർഗം കടാക്ഷിച്ചു. ജീവിതം മാറി. കഞ്ചാവിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ട് കാരിസ് യൂത്തിലെ കുട്ടികളായിട്ട്. 24 മണിക്കൂറും മദ്യപിച്ച് കിടന്ന ജീവിതങ്ങളുണ്ട്. 5-8 വർഷമായി ചില പാപബന്ധത്തിൽ, ചില അവിശുദ്ധ ബന്ധത്തിൽ, ദൈവം അനുവദിക്കാത്തവരുമായി പോലും ബന്ധത്തിൽ കിടന്നിരുന്നവര് ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന യുവജനങ്ങളുണ്ട്. വചനം പറയുന്ന മക്കള്, ശുശ്രൂഷയ്ക്ക് വേണ്ടി, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാരിസ് ഭവനിൽ ധ്യാനമുള്ളപ്പോൾ വരുന്ന കുഞ്ഞുങ്ങള്. ഹല്ലേലൂയാ. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ പ്രശ്നം എന്താണെന്നറിയാമോ? കിടക്കുന്നത് ഈ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണെന്ന് അനേകർക്ക് അറിയത്തില്ല. അനേകം കുടുംബങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി വെച്ചു, ഇതൊക്കെ മതി വെച്ചു. അതുപോലെ അസ്വസ്ഥതയും അസമാധാനവും ഭിന്നതയും അരാജകത്വവും ഒക്കെ ആയി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. വിശുദ്ധീകരിക്കപ്പെടേണ്ട ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കിടക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ചില ഇതൊക്കെ അങ്ങോട്ട് മതി. പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ ധ്യാനകേന്ദ്രത്തിലായതുകൊണ്ട് ധ്യാനത്തിനും പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരുന്ന ടീമുകളെല്ലാം ഒരു മാക്സിമം അങ്ങ് ഏറ്റവും എത്തിക്കഴിയുമ്പോഴേ കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് ഏറ്റവും എത്തുമ്പോഴേ ഇതുങ്ങളൊക്കെ പിടികിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കാരിസ്മന് കൊണ്ടുവരുന്നത്. നമ്മൾ പറയില്ലേ, മൂത്ത സാധനങ്ങളെയാണ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അല്ലെ, ഇപ്പൊ താറാവിനൊക്കെ മേടിച്ച്, ഇവിടെയൊക്കെ താറാവിനെ കിട്ടോ? കിട്ടുകയല്ലായിരിക്കും അല്ലേ? ആലപ്പുഴയിലേക്ക് താറാവ് കിട്ടുള്ളൂ. നല്ല കോഴിയെ കിട്ടോ? നാടൻ കോഴി, ബ്രോയിലർ അല്ല, നാടൻ കോഴി കിട്ടോ? നല്ല നാടൻ കോഴി, മൂത്ത നാടൻ കോഴിയെ മേടിക്കുക. നിങ്ങൾ ആ എല്ലൊന്ന് കടിച്ചു പൊട്ടിക്കാൻ നോക്കാവോ? പല്ലൊടിയെന്നല്ലാതെ ഈ എല്ലൊടിയല്ല. അത്രയേ നല്ല കട്ടിയായിരിക്കും. കാരണം ഇത് മൂത്തുന്നേ, ഈ സംഭവം മൂത്ത്. ചില ജീവിതങ്ങളൊക്കെ പാപത്തിൽ മൂത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ചില ഇന്നലകളുടെ അതേ പ്രവർത്തികൾ ചെയ്ത് മൂത്തിരിക്കുന്നുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ പൊട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ശ്രമത്തിൽ പറ ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്നതും നിന്റെ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ആത്മാവിനെ വിവേചിക്കാൻ കഴിവുള്ളതുമായ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ എത്ര മൂത്ത സാധനത്തെയും പരിശുദ്ധാത്മാവ് മാംസളമാക്കി മാറ്റും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ, വലതിരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നിട്ട് കർത്താവ് ആകെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. എന്നാന്നറിയാമോ? ഒരു കാര്യമാണോ പറഞ്ഞ? 2 കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞ കർത്താവ് ആദ്യം ഒരു കാര്യം പറഞ്ഞു. എന്നതാ? ആ കല്ലെടുത്ത് മാറ്റും. പിന്നെ എന്നാ പറഞ്ഞു? ലാസറെ പുറത്തു വരിക. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ അത്ഭുതം സംഭവിച്ചു. ലാസർ പുറത്തു വന്നു. കണ്ടോ? നമ്മൾ വിശുദ്ധനാട് ചെല്ലുമ്പോൾ കാണും. ഇപ്പൊ കാരിസ്മോനിൽ നിന്ന് ഒരു വിശുദ്ധനാട് യാത്ര പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ലാസറിന്റെ കല്ലർ അവിടെ കാണാം. അതായത് കർത്താവ് ജീവനോടെ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന കല്ലർ അവിടെ കാണാം. ഈശോ ബത്സേദ കുളക്കടവിൽ 38 വർഷം തളർവാദം ബാധിച്ച് കിടന്നവനെ എഴുന്നേൽപ്പിച്ചു വിട്ട ചരിത്രത്തിലെ ഇടം അവിടെ ചെല്ലുമ്പോൾ കാണാം. കർത്താവ് പറഞ്ഞതുപോലെ 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് സ്വന്തം ശക്തിയാൽ അവൻ ദൈവമായതുകൊണ്ട്, ഈ ഭൂമിക്ക് അവൻ അടക്കം ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടും, സ്വന്തം ശക്തിയാൽ ഉയർപ്പിക്കപ്പെട്ട് കടന്നുപോയ കല്ലറ ഈ ചരിത്രത്തിൽ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ലോകത്തിൽ ഏത് മതസ്ഥാപകന്റെ കല്ലറയാണ് ഇന്ന് ശൂന്യമായിട്ട് കിടക്കുന്നത്? പറ. ഈ ലോകത്തിലെ ഏതു മതസ്ഥാപകന്റെ, അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കുന്ന, ഏതു മതത്തിലെ ദൈവത്വം എന്ന് വിളിക്കുന്ന മതസ്ഥാപകന്റെ കല്ലറയാണ് ഇന്ന് ശൂന്യമായിട്ട് കിടക്കുന്നത്? ഉണ്ടോ? പറ, നിങ്ങൾ പറ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഹല്ലേലൂയ. പക്ഷേ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരിച്ചാലും ജീവിക്കും. അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്ക്, 3-ാം ദിവസം പുതുക്കി പണിയും.
അവൻ പറഞ്ഞതുപോലെ, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ മരിച്ചതിന് ശേഷം മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് അവൻ പുറത്തു വന്നെങ്കിൽ അവനിൽ പ്രവർത്തിക്കുന്ന അതേ ആത്മാവ് എന്നിലും നിന്നിലും നമ്മുടെ കുടുംബത്തിലും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ സകല കല്ലറകളിൽ നിന്നും സകല ജീവിതങ്ങളും പുറത്തു വരും. ഇത് ഉറപ്പാ. ഇത് ദൈവത്തിന്റെ വചനമാണ്. പുറത്തു വരാതിരിക്കില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ ചെന്ന് കാണാൻ പ്രിയപ്പെട്ട, കർത്താവ് ഉദ്ധാനം ചെയ്ത ഇടം ഇന്നും ശൂന്യമായിട്ട് കിടക്കുകയാ. ശൂന്യമായി. ചരിത്രത്തിലെ ഒരു മതസ്ഥാപകന്റെയും കല്ലറ, യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. അത് വേറെ കാര്യം. യേശു മതമൊന്നും അല്ല സ്ഥാപിച്ചത്. ഈശോ സ്വർഗത്തിലെത്താനുള്ള ഒരു വഴി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ്. ജീവിക്കാനുള്ള ഒരു വഴിയാണ് ഈശോ പഠിപ്പിച്ചത്. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെയല്ലാതെ, ഉറക്കെ പറ, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നില്ല. ഇതെല്ലാം കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗരാജ്യം പ്രാപിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കേണ്ട വഴികൾ, അനുഗ്രഹം പ്രാപിക്കേണ്ട വഴികൾ. ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കും ഒരു കുടുംബത്തിൽ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഒരു കുടുംബം എന്തുകൊണ്ട് തടസ്സങ്ങൾ നേരിടുന്നു, എന്തുകൊണ്ട് കുടുംബത്തിൽ ചില മേഖലകൾ അനുഗ്രഹമില്ല, എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നു, എന്തുകൊണ്ട് മക്കൾ അനുസരിക്കുന്നില്ല, എന്തുകൊണ്ട് ജീവിത പങ്കാളി ഇന്നും പാപത്തിൽ തുടരുന്നു, എന്തുകൊണ്ട് കുടുംബത്തിന് ഒരു മാറ്റമില്ല, എന്തുകൊണ്ട് തൊടുന്നതൊക്കെ പരാജയപ്പെടുന്നു, എന്തുകൊണ്ട് കൈവയ്ക്കുന്നതൊക്കെ തകർന്നു പോകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള സകല ചോദ്യത്തിനും ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഈ വചനത്തിലൂടെ നമുക്ക് തരാതിരിക്കില്ല. ഹല്ലേലൂയാ. സർവ്വത്തിൽ പറ ഹല്ലേലൂയാ. പലതരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. സർവ്വത്തിൽ പറ ഹല്ലേലൂയാ. കർത്താവ് ചില കാര്യം, എന്തുകൊണ്ട് ഈ പാപത്തിൽ നീ തുടരുന്നു, അതിനുത്തരം കർത്താവ് തരും. എന്തുകൊണ്ട് ഇന്ന് മ്ലേച്ഛതയിൽ നീ ആയി, അതിനുത്തരം വചനത്തിലുണ്ട്. എന്തുകൊണ്ട് നിനക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, ഉത്തരം വചനത്തിലുണ്ട്. എന്തുകൊണ്ട് അവിശുദ്ധ പാപത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല, ഉത്തരം വചനത്തിലുണ്ട്. എന്തുകൊണ്ട് നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതിന് ഉത്തരം വചനത്തിലുണ്ട്. സകല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു വ്യക്തി ലോക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, ഈ ലോക ജീവിതത്തിനപ്പുറം എന്ത് സംഭവിക്കുന്നു കൂടി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതറിയാത്തത് കൊണ്ടല്ലേ ദൈവമക്കളെ നമുക്ക് തെറ്റുപറ്റുന്നേ. ഹല്ലേലൂയ. മർക്കോസ് 12:24. ദൈവത്തിന്റെ വചനമോ വിശുദ്ധ ലിഖിതങ്ങളോ, ദൈവത്തിന്റെ വചനമോ വിശുദ്ധ ലിഖിതങ്ങളോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നേ. അപ്പൊ ഇത് അറിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതറിയുമ്പോ നമ്മുടെ തെറ്റുകളുടെ മേൽ നമുക്കൊരു കരുതലുണ്ടാകും, ഒരു തിരിച്ചറിവുണ്ടാകും. ഞാൻ പോകുന്ന വഴി തെറ്റാണല്ലോ, ഞാൻ കിടക്കുന്നത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണല്ലോ, ഞാൻ കിടക്കുന്നത് പന്നിക്കൂട്ടിലാണല്ലോ. തിരിച്ചറിവ് കിട്ടണ്ടേ, വെളിച്ചം കിട്ടണ്ടേ. ചിലർക്ക് പ്രശ്നം കിടക്കുന്നത് പന്നിക്കൂട്ടിലാ, എന്നാലും പന്നി തിന്നിരുന്ന തവിട് നിന്ന് കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. വചനം പറയുന്നു, നായ ഛർദിച്ചത് തന്നെ വീണ്ടും തിന്നുന്നു. ഹല്ലേലൂയാ. സർവ്വത്തിൽ പറ ഹല്ലേലൂയാ. ചിലരുടെ അവസ്ഥ എന്നാലും കുഴപ്പമില്ല. നായയുടെ സ്വഭാവം, നായ വയറ് നിറച്ചങ്ങോട്ട് തിന്നും, കിട്ടുന്നൊക്കെ വലിച്ചു വാരി പെട്ടെന്ന് അങ്ങോട്ട് തിന്നും, എന്നിട്ട് അങ്ങോട്ട് ഛർദിക്കും, എന്നിട്ട് വീണ്ടും അത് തിന്നും. ഞങ്ങള് തൃശ്ശൂർ ഭാഗത്ത്, കണ്ണൂർ ഒരു ധ്യാനത്തിന് പോകുന്ന വഴിക്കാണ്. തൃശ്ശൂർ ഭാഗത്ത് ബസ് നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ സമയമുണ്ട് ഭക്ഷണം കഴിക്കാൻ. കോട്ടയത്ത് നിന്ന് പോകുന്നതുകൊണ്ട് അവിടെ തൃശ്ശൂരാണ് അതിൻ്റെ ഹോൾട്ട്. ഒരു 9 മണി സമയമായപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ആൾക്കാർ തിങ്ങി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ പല കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആകാംക്ഷയുണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റും വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ചിലരൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അടുത്ത് ആ ബാഗ് വെച്ചിട്ട് ഈ ബാഗ് ഒന്ന് നോക്കിയോളൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ സീറ്റ് പോകും, അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് നോക്കിക്കോളൂ കേട്ടോ, ഞാനിപ്പോൾ തിരിച്ചു വരും, പെട്ടെന്ന് വരാം, ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. ഇതെന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ നമുക്കപ്പോൾ ബസ്സിലിരുന്ന് കൃത്യമായിട്ട് കാണത്തില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ട് മാറുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു പുള്ളി അവിടെ ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് പാതി അഴിഞ്ഞ മുണ്ടുമായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ പുള്ളി ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെ നാക്കിട്ട് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. നക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ പുള്ളി രാവിലെ മുതൽ വൈകിട്ട് വരെ കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചിട്ടുണ്ട്. ഇത് അവിടെ കിടന്ന് നക്കി തിന്നുകൊണ്ടിരിക്കുക. അതുപോലെ മദ്യം, അതുപോലെ വെള്ളം അടിച്ച് ഒരു ബോധവും ഇല്ലാതിട്ട്
വെള്ളം അടിച്ച് ഭക്ഷണവും തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്താണെന്നറിയില്ല, പുള്ളിക്ക് കാലുറപ്പിക്കാൻ പറ്റുന്നില്ല. കാലുറപ്പിക്കാൻ പറ്റാതെ ആ ബസ് സ്റ്റാൻഡിൽ പുള്ളി വീണുപടി അവിടെ കടന്ന് പുള്ളി ഛർദിച്ചത് പുള്ളി നക്കി തിന്നുകൊണ്ടിരിക്കുക. വചനം പറയുന്നത് നായയെ കുറിച്ചാണ്. പക്ഷെ ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും, മാറ്റി പറയേണ്ടി വരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടീമിനെ എന്ത് വിളിക്കേണ്ടി വരും? പറ, എന്ത് വിളിക്കേണ്ടി വരും? നായേന്ന് വിളിക്കേണ്ടി വരും. രണ്ടും കണക്കാ, രണ്ടും തെറ്റില്ല. വീട്ടിൽ സ്വന്തം ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഒരപ്പൻ വരുന്നതും കാത്ത് കണ്ണുനീരോടെ ഇരിക്കുമ്പോ ഒരപ്പൻ കിടക്കുന്ന ഇടമാണ് ഈ പറയുന്നത്. കുടുംബത്തിൽ അപ്പൻ ഇപ്പൊ എത്തുമെന്ന് നോക്കി ഒരു ജീവിത പങ്കാളിയും ചെറിയ കുഞ്ഞുങ്ങൾ, മക്കൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, അവരൊക്കെ അപ്പനെ നോക്കി വീട്ടിലിരിക്കുമ്പോ ഒരപ്പൻ ബസ് സ്റ്റാൻഡിൽ ബോധമില്ലാതെ കുടിച്ച് കടന്നിട്ട് ഛർദിച്ചത് നക്കി തിന്നുകൊണ്ടിരിക്കുക. കിടക്കുന്നത് പന്നിക്കൂട്ടിലാണെന്ന് പോലും അറിയാത്ത ഒത്തിരി ജീവിതങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതറിഞ്ഞാൽ വെളിച്ചം കിട്ടിയാലേ പുറത്തു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ ദൈവസ്വരം എന്നാണെന്നറിയാമോ? ഉൽപ്പത്തി 1:3 ആദ്യം ദൈവം സംസാരിക്കുന്ന ഇങ്ങനെ, വെളിച്ചമുണ്ടാകട്ടെ. എന്നാ പറഞ്ഞേ? ഉറക്കെ പറ, എന്നാ പറഞ്ഞേ? വെളിച്ചമുണ്ടാകട്ടെ. ഈ ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് വെളിച്ചം തരണേ, എന്റെ ജീവിത പങ്കാളിക്ക് വെളിച്ചം കൊടുക്കണേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം കൊടുക്കണേ, എന്റെ കുടുംബത്തിന് ഒരു വെളിച്ചം ഉണ്ടാകണേ. ആദ്യത്തെ ദൈവസ്വര കർത്താവ് പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, വെളിച്ചമുണ്ടായി. പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അവിടെ ഒരു ധ്യാനം കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് എല്ലാ വർഷവും കൊണ്ടുവരുന്ന ഒരു സ്കൂളിലെ കുട്ടികളെ ഓരോ കുഞ്ഞുങ്ങളും പേഴ്സണലായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ നമ്മുടെ ചങ്ക് പിടയ്ക്കോ. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് കടന്നു പോകുന്ന അവസ്ഥയാണോ ഇത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 10-35 വയസ്സ് പ്രായമായവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാ. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടത്, ഫേസ്ബുക്കിലൂടെ അവരെ കണ്ടിട്ട് പോലുമില്ല, ഈ ടീമിനെ കണ്ടിട്ട് പോലുമില്ല, ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് ഫോൺ കിട്ടി? അപ്പന്റെ അമ്മയുടെ ഫോൺ. അവധിക്ക് പോകുമ്പോൾ ചെയ്യുന്ന കലാപരിപാടികളാണ്. സ്കൂളിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് സ്കൂളിൽ കയറാതെ ചിലവന്മാരുടെ കറങ്ങി തിരിച്ചു വരിക. അതിനേക്കാളും മ്ലേച്ഛതയിൽ സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ട് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പാപത്തിലാണ്. ഒന്ന് ആലോചിച്ചു, ഇത്ര ആയിട്ടുള്ളൂ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 15 വയസ്സ് പ്രായമുള്ള നമ്മുടെ കാലത്തിന്റെ ഒരു പോക്കേ. 10ാം ക്ലാസ്സിൽ 15 വയസ്സ് പ്രായം തികഞ്ഞപ്പോഴേ ചെയ്യാത്ത ഭാവങ്ങളില്ല. വെളിച്ചം കിട്ടാത്തത് കൊണ്ടാണ്. വെളിച്ചമില്ല പ്രിയപ്പെട്ടവരെ. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചിരിക്കും. നമ്മുടെ തലമുറകളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ ബുദ്ധിയിൽ ഇന്ന് അന്ധകാരം വ്യാപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ? സുവിശേഷത്തിന് വെളിച്ചം കിട്ടുന്നില്ല. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ? അവിശ്വാസികളെ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷത്തിന്റെ വെളിച്ചം ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി അടച്ചു കളഞ്ഞു, മനസ്സിനെ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താ? സുവിശേഷത്തിന്റെ രഹസ്യം, ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ പ്രകാശം ഇവർക്ക് ലഭ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന് പ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്തത്. ഈ സുവിശേഷത്തിന് പ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. ഈ സുവിശേഷത്തിന് പ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റാത്തത്. ഈ സുവിശേഷത്തിന്റെ ക്രിസ്തുവിന്റെ പ്രകാശം കിട്ടാത്തത് കൊണ്ടാ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റാത്തത്. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന്റെ വെളിച്ചം കിട്ടണം. ക്രിസ്തുവിൽ വെളിപ്പെട്ട പ്രകാശം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. കണ്ടോ? ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പ്രകാശത്തിലാകും. യേശുവിലായിരിക്കുന്നവന് ലോകത്തിന്റെ വെളിച്ചം വേണ്ട നടക്കാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കാരിസ്മനിൽ വർഷങ്ങളായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു സഹോദരന്റെ ബെറിയലിന് വേണ്ടി ഞങ്ങൾ പോയി. അന്ധൻ 2 പേരും കൂടി, ഭാര്യയാണ് ഈ പുള്ളിയെ കൊണ്ടുവരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പിടിച്ചാൽ കൊണ്ടിരുന്നത്. കുർബാന സ്വീകരണത്തിനൊക്കെ വരുമ്പോൾ പുള്ളിക്കാരത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരും. പുള്ളി കണ്ണ് കാണത്തില്ല. ഇവിടെ അടുത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ ചാൻസ് ആകുമ്പോൾ ഈ സഹോദരി ഇവിടെ തൊടും. അപ്പൊ നാക്ക് നീട്ടും.
ഞങ്ങൾ അവിടെ ബെറിയലിന് പോയപ്പോ അവിടുത്തെ കൊച്ചച്ചൻ പ്രസംഗം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ലോകത്തിന്റെ കണ്ണുകൾ ഇല്ലാതിരുന്നിട്ടും ആത്മാവിന്റെ നയനങ്ങൾ എപ്പോഴും തുറന്നു വെച്ച് ദൈവത്തെ എപ്പോഴും ദർശിച്ച മനുഷ്യൻ. ഇത് കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും കൈയുണ്ടായിട്ടും കാലുണ്ടായിട്ടും ചിന്തിക്കാൻ ബുദ്ധി ഉണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും ഇന്ന് ദൈവത്തെ അറിയാത്തവരായിട്ടാ നമ്മൾ കഴിയുന്നത്. ഇത് കണ്ണില്ലാന്നിട്ടും അകക്കണ്ണുകൊണ്ട് ആന്തരിക നയനങ്ങൾ കൊണ്ട് വർഷങ്ങളോളം ദൈവത്തെ ദർശിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ കൊച്ചച്ഛൻ പ്രസംഗം പറഞ്ഞു. ഇത് കണ്ണുണ്ടായിട്ട് കാണുന്നത് എന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നില്ല. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ. ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ തന്നെ നാണം കടേണ്ടി വരും. ഈ നാവുണ്ടായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. സംസാരിക്കാൻ പറ്റാത്ത എത്രയോ ജീവിതങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ആരാധനയായി ജീവിതത്തെ മാറ്റിയിരിക്കുന്നു. കണ്ണുകളില്ലാത്ത എത്രയോ പേര് ജീവിതത്തെ കർത്താവിന്റെ മുമ്പിൽ കൊടുത്തിട്ട് അവരുടെ ആത്മാവിന്റെ നയനങ്ങൾ തുറന്നു വെച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ട്. വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്തതിന് കാരണം കുടുംബത്തിൽ വസിക്കുന്നവരുടെ വേദന കാണാൻ പറ്റുന്നില്ല അല്ലേ? പടിവാതിക്ക് കിടക്കുന്ന ലാസറിന്റെ വേദന നൊമ്പരം കാണാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളിയുടെ കണ്ണുനീര് ഒരു പ്രശ്നമല്ല, മക്കളുടെ നൊമ്പരം ഒരു പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ ഇഷ്ടം. അയൽവാസികളുടെ വേദന, കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കണ്ണുനീര്, ഇതൊന്നും ദൈവത്തിന്റെ നൊമ്പരം, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മുടെ കണ്ണുകളിൽ നിന്ന് സുവിശേഷത്തിന്റെ രഹസ്യം കിട്ടാത്തത് കൊണ്ട് അന്ധമായി കിടക്കുകയാണ്. അന്ധമായി പോയി. പ്രാർത്ഥിക്കുന്ന ദൈവമേ, സുവിശേഷത്തിന്റെ പ്രകാശം തരണമേ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിലൂടെ ചരിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഹല്ലേലൂയാ. ശ്രമത്തിൽ പറ ഹല്ലേലൂയാ. അതുകൊണ്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണെന്ന് പറയുമ്പോൾ അവൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഇന്നലെങ്കിൽ പറഞ്ഞെങ്കിൽ ഇന്നും അവൻ പ്രകാശമാണ്. 38 വർഷം ബത്സേദ കുളക്കടവിൽ കടന്നവനെ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കാൻ. ഞാനവിടെ ബത്സേദ കുളക്കടവിൽ കടന്നപ്പോൾ ആദ്യം പോയപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതിനടുത്ത് പോയിട്ട് ഒരു വീഡിയോ പിടിക്കണമെന്ന്. ഇച്ചിരി ഇങ്ങനെ ഇറങ്ങി പോകണം. ബത്സേദ കുളക്കടത്തിൽ താഴെയാണ് ഇവൻ 38 വർഷം തളർന്നു കിടന്ന രോഗി കിടന്ന സ്ഥലം. ഞാൻ അവിടെ പോയിട്ട് ഞാനൊരു വീഡിയോ എടുത്തു. 3 മിനിറ്റിന്റെ വചന സന്ദേശം. അതായത് യേശു അവനെ കണ്ടു എന്നുള്ള സന്ദേശം കൊടുത്തു. അതായത് 38 വർഷം അവനവിടെ കടന്നിട്ട് അനേകർ വന്ന് കയറി ഇറങ്ങിപ്പോയി. അനേകർക്ക് കണ്ണുണ്ടായിരുന്നു, അവർ കണ്ടു. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ജീവിത പങ്കാളി കണ്ടു, മക്കൾ കണ്ടു, സഹോദരങ്ങൾ കണ്ടു, വികാരിയച്ഛ കണ്ടു. ഇവരൊക്കെ കണ്ടിട്ടും ജീവിതത്തിന് വലിയ മാറ്റമൊന്നുമില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. പഴയ സ്വഭാവം, പഴയ അവസ്ഥ. പക്ഷേ അവിടെ വചനം പറയുന്ന ഒരു വാക്കുണ്ട്, 38 വർഷം ബത്സേദ കുളക്കടവിൽ കടന്നവനെ യേശു കണ്ടു. അവിടെയാണ് അവന്റെ ജീവിതം മാറിയത്. 38 വർഷത്തെ തളർവാദം മാറാൻ ഒരുവൻ അവനെ കാണേണ്ടി വന്നു. 38 വർഷങ്ങൾക്കപ്പുറം യേശു എന്ന് പറയുന്ന ഒരുവൻ, യേശു ജനിക്കുന്നതിന് മുമ്പേ അവൻ ബത്സേദ കുളക്കടവിൽ കിടപ്പുണ്ട്. 38 വർഷം ഉണ്ട് വരുന്നത് വയസ്സ്. 33 വയസ്സ് പ്രായമുള്ളവൻ ഇവനെ കാണുമ്പോ അതിനും 6 വർഷം മുമ്പ് ഇവനോടെ കിടപ്പുണ്ട്, 5-6 വർഷം കൂടെ കിടപ്പുണ്ട്. പക്ഷെ യേശു അവനെ കണ്ടു. വചനം പറയുന്നു അവന്റെ ജീവിതം മാറി. ആരെയൊക്കെ യേശു കണ്ടിട്ടുണ്ടോ, ആരെയൊക്കെ യേശു തൊട്ടിട്ടുണ്ടോ, ആരൊക്കെ യേശുവിനെ തൊട്ടിട്ടുണ്ടോ, അവന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടവള് പോലും സൗഖ്യം പ്രാപിച്ചെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പ്രഘോഷിക്കുന്നത് ആ ജീവിക്കുന്ന യേശുവിനെ തന്നെ. അവനെ തൊട്ട ജീവിതം മാറും, അവൻ തൊട്ട ജീവിതം മാറാതിരിക്കില്ല. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് ചലിക്കും. ഒന്ന് വിശ്വസിച്ചാൽ മതി. എളിമയോടെ കേൾക്കുന്ന വചനം കേൾക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി. ബുദ്ധി ചിന്തിക്കരുത്, ബുദ്ധി കൊണ്ട് അളക്കരുത്. ഹൃദയം കർത്താവിന് കൊടുത്ത് വിശ്വാസത്തിൽ പറഞ്ഞോളം, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ യേശുവിനെ ദർശിക്കാൻ ഈ ദിവസങ്ങളിൽ എന്നെയും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം.